بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكبر الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ റമദാനിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ 59 മിനിറ്റ് പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചന്ദ്രപ്പിറവി ഉണ്ടാകും. അത് കാണാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയായാൽ നാളെ നമുക്ക് പെരുന്നാളാണ്. 29 നോമ്പോടുകൂടി നമുക്ക് വ്രതാനുഷ്ഠാന കാലം അവസാനിപ്പിക്കേണ്ടി വരും. ഇതുപോലൊരു വ്രതാനുഷ്ഠാന കാലം ലഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണ്. ആരാധനകൾ മുടക്കം കൂടാതെ നിർവഹിക്കാൻ കഴിയുക എന്നത് തന്നെ അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന ഒരു അനുഗ്രഹമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച് തൊട്ട് ഇഷ്ടത്തോടെ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക. മുആദേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. അതുകൊണ്ട് ലാ തദഅന്ന ദുബ്ര കുല്ല സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആദ്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം പ്രത്യേകം പറഞ്ഞറിയിക്കുകയാണ് ചെയ്തത്. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ അറിയിക്കണം എന്നാണ്. ഭർത്താവ് ഭാര്യനോട് വരെ എനിക്ക് എന്നെ വലിയ ഇഷ്ടമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അറിയില്ല. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പറയുന്ന പ്രശ്നവും വരുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്നെ നല്ല ഇഷ്ടമെന്ന് പറയില്ല. ഭാര്യ ഭർത്താവിനോടും അറിയാം, അത് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാകുക വെച്ചാൽ ആ ഇഷ്ടം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിയിട്ട് ആരും അറിയാതെ ഇങ്ങനെ കൊണ്ടടക്കലാണ് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സഹാബി സംസാരിച്ചങ്ങനെ പിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തിരിക്കുന്ന സഹാബി പറഞ്ഞു, നബി ഇപ്പം ആ പോയ ആളിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നബി ചോദിച്ചു, അങ്ങനെ ആണെങ്കിൽ താങ്കൾ എപ്പോഴെങ്കിലും ആ ഇഷ്ടം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളായിട്ട് തന്നെ ഇഷ്ടം അങ്ങനെ പറഞ്ഞ് അറിയിച്ചൊന്നുമില്ല.
ഇല്ല, പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പോയിക്കൊണ്ടിരിക്കുന്ന സഹാബിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ വിളിച്ചത് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്, അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഈ ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ കെട്ടിപ്പൊഞ്ഞു കൊണ്ടിറക്കേണ്ട ഒരു സംഗതിയല്ല, അത് അറിയിക്കാനുള്ളതാണ്, പ്രകടിപ്പിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രധാനമായ ഒരു സംഗതി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പ്രവാചകൻ പറഞ്ഞു, മുആദേ, എനിക്ക് താങ്കളോട് നല്ല ഇഷ്ടമാണ്, ഇന്നി ഉഹിബ്ബുക്. അത് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഒരു ഫർള് നമസ്കാര ശേഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കരുത്, ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ചിലപ്പോഴൊന്നും അതങ്ങനെ ഉള്ളിൽ തട്ടിയിട്ടോ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ടോ ഒന്നും ആവൂല. അതങ്ങനെ പറഞ്ഞ് പഠിച്ചൊരു പ്രാർത്ഥന അങ്ങനെയാണ്ട് പറയണമെന്നുള്ളൂ, അതുപോരാ. എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. അല്ലാഹുമ്മ അഇന്നി, എന്തിന്? അലാ ദിക്രിക, നിന്നെ എപ്പോഴും സ്മരിക്കാൻ. അള്ളാനെ മറന്നു ജീവിക്കുന്നു എന്നതാണ് മനുഷ്യൻ വഴിപിഴക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം. ആ റബ്ബിനെ എപ്പോഴും സ്മരിക്കുകയാണെങ്കിൽ ആ റബ്ബ് പറഞ്ഞത് കേൾക്കാൻ അവൻ ഒരുക്കാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക. അങ്ങനെ ഒരു ദിക്ർ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ഘട്ടം എന്താണെന്നറിയോ? വശുക്രിക. ഇതൊക്കെ അള്ള ചെയ്തെന്നതാ എന്ന ഒരു ബോധ്യം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളിനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അയാൾ നന്ദി രേഖപ്പെടുത്തും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, നിനക്ക് സ്തുതി. നീണ്ട പ്രാർത്ഥനകൾ വേറെയുണ്ട്. എൻ്റേതായ യാതൊരു കഴിവും ശക്തിയുമില്ലാതെ എനിക്ക് ഈ ഭക്ഷണം നൽകിയ അല്ലാഹുവേ, നിനക്ക് സ്തുതി. നെല്ല് കൃഷി ചെയ്തത് നമ്മളല്ല, ചായപ്പൊടി കൃഷി ചെയ്തത് നമ്മളല്ല, അതിലിട്ട പഞ്ചസാര നമ്മളല്ല, കറി ഉണ്ടാക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒന്നും ഉണ്ടാക്കിയത് നമ്മളല്ല. നമ്മളടുത്ത് കാശ് മാത്രമേ ഉള്ളൂ. കാശ് തിന്നാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ആ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കുന്നു. ആ തേയില കൃഷി ചെയ്ത ആൾ, അതിൽ ജോലി ചെയ്ത ആളുകൾ, അത് അവസാനം ചായപ്പൊടി എന്ന ആ ഒരു പ്രോസസ്സിലേക്ക് അതിനെ എത്തിച്ചിട്ട് അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലായി വരുമ്പോഴേക്ക് ആയിരക്കണക്കായ കൈകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹുവേ, എൻ്റെ യാതൊരു കഴിവുമില്ലാതെയാണ് എനിക്ക് ഈ ഭക്ഷണം നീ നൽകിയത്. നാഥാ, നിനക്ക് സ്തുതി. ആ പ്രാർത്ഥന വലിയൊരു ഇബാദത്താ. ആ പ്രാർത്ഥനയ്ക്ക് കാരണമായത് അള്ളാഹുവിനെ ഓർത്തു എന്നതാണ്. വഹുസ്നി ഇബാദത്തിക്, മൂന്നാമത്തെ സംഗതി വഹുസ്നി ഇബാദത്തിക്, നിനക്ക് ചെയ്യുന്ന ഇബാദത്ത് നന്നാക്കി തീർക്കാനും നീ എന്നെ തുണയ്ക്കണമേ റബ്ബേ. ഒരു കാട്ടിക്കൂട്ടലാകരുത് നമ്മുടെ ഇബാദത്തുകളൊന്നും. അങ്ങനെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മളത് ചെയ്യുന്നത് എങ്കിൽ അത് പ്രതിഫലാർഹമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ സഹായത്തോടെയാണ് നമ്മളത് ചെയ്തത്. എത്രയോ മനുഷ്യന്മാരുണ്ട് രോഗാവസ്ഥയിൽ, അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഹയ്യാല സ്വലാത്തും ഹയ്യാൽ ഫലാഹും കേൾക്കുന്നുണ്ട്. അവരുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ ഒന്ന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അവർക്ക് സാധിക്കുന്നില്ല.
അപ്പൊ ആ പള്ളിയിൽ ജമാഅത്തിന് എത്താൻ കഴിയാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണ്. ഈ നോമ്പും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇനി അടുത്ത കൊല്ലം ഇതുപോലെ നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? നമുക്ക് പറയാൻ പറ്റില്ല. ആരൊക്കെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകും പറയാൻ കഴിയില്ല. ഓരോ നിമിഷവും നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു വഖത്തിൽ നമ്മളുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ള സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നോമ്പ് നമ്മിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി, അത് എന്തിൻ്റെയും ഒരു ഫീഡ്ബാക്ക് വരുന്ന കാര്യങ്ങൾ നന്നാക്കി തീർക്കാൻ വളരെ പ്രയോജനപ്രദമാണ്. ഒരു ക്യാമ്പ് നടത്തി, നമ്മളൊരു കല്യാണം നടത്തിയാലും നമ്മളൊരു ഫീഡ്ബാക്ക് നടത്തും. വിളിച്ചവരാരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ കിട്ടിയില്ലേ, ഏതേത് വിഭവങ്ങളാണ് കുറഞ്ഞു പോയത്, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ വിളിച്ച് ക്ഷണിച്ച് വരുത്തിയ ഒരു കല്യാണത്തെക്കുറിച്ച് നമ്മളൊരു ഫീഡ്ബാക്ക് നടത്തിയാൽ ഇനി അടുത്ത ഒരു പരിപാടി നടത്തുമ്പോൾ ഈ കുറ്റവും കുറവൊന്നും സംഭവിക്കാതിരിക്കാൻ അത് ഉപകരിക്കും. വിശുദ്ധ റമളാനിൽ നമ്മൾ എന്തൊക്കെയാണ് നേടിയെടുത്തത്? ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. ആ നേടിയെടുത്ത നേട്ടങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാനും ആ ചൈതന്യം ചോർന്നുപോകാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നോമ്പിൻ്റെ നേട്ടമായി ഒരു ചെറിയ പദപ്രയോഗമാണ് പറഞ്ഞത്. എന്താണത്? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കി നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാനാ. പക്ഷെ എന്താണ് തഖ്വ? അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കുന്ന ഒരു സുപ്രധാനമായ ഘടകമാണ്. അവൻ്റെ ജീവിതത്തെ നന്നാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ്. ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസിൽ തഖ്വയെക്കുറിച്ച് പറഞ്ഞത് ഫഇന്നഹാ ജിമാഉ കുല്ല ഖൈർ, എല്ലാ നന്മകളുടെയും ഒരു സാകല്യം. തഖ്വയുള്ളവൻ സത്യസന്ധനായിരിക്കും. തഖ്വയുള്ളവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കും. തഖ്വയുള്ളവൻ കരാർ പാലിക്കുന്നവനായിരിക്കും. തഖ്വയുള്ളവൻ എന്തെന്ത് നന്മകളൊക്കെയുണ്ടോ ആ നന്മകളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവനാകും. ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിൽ തഖ്വയെക്കുറിച്ച് ലളിതമായി നമുക്കൊന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് മുത്തഖീന്ന്? നമ്മുടെ സാധാരണ സങ്കല്പങ്ങൾക്കൊക്കെ അതീതമാണ് ആ കാര്യങ്ങൾ. എന്താ സംഭവം എന്നറിയോ? നമ്മൾ തഖ്വ മുത്തഖിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഹാവഭാവാദികളും വേഷഭൂഷാദികളൊക്കെ നോക്കിയിട്ട് ഭയങ്കര മുത്തഖിയാന്ന് നമ്മളാണ്ട് വിലയിരുത്തും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ആ കോലം കണ്ടിട്ട് ഒരാൾ മുത്തഖിയെന്ന് പറയാൻ നിൽക്കണ്ട. ബാഹ്യമായ രൂപവും അവൻ്റെ കോലവും കണ്ടിട്ട്, പണ്ടൊക്കെ സൂഫിയാക്കൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഈ കുറേ കണ്ടം വെച്ച കോട്ടിട്ടിക്കാണ്ട് വലിയ സൂഫിയാണ് എത്തിത്തീർക്കാൻ കോലം കെട്ടി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അതിനെ നിശിതമായി വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗക കഅബ സാഖി മിൻഹു റഫഅ. ഒരാൾ കുറേ കണ്ടം വെച്ച ഒരു കോട്ട് തുന്നി ഉണ്ടാക്കിയിട്ടിക്കണെന്ന് വിചാരിച്ചുകാണ്ട് ഓൻ വലിയ ജാഹിദാണ് സൂഫിയാണെന്നൊന്നും ഈ വിചാരിക്കേണ്ടതില്ല. ഓ മുത്തഖിയാണെന്നും കരുതേണ്ടതില്ല. ഔ ഇസാറും ഫൗക കഅബ സാഖി മിൻഹു റഫഅ
അതല്ലെങ്കിൽ അയാൾ ഉടുത്ത മുണ്ടുണ്ടല്ലോ നെര്യാണിക്ക് താഴെ പോകാൻ പാടില്ല എന്നാ. അപ്പം അയാൾ കുറേ മേലൊക്കെ അങ്ങോട്ട് എടുത്തു. തക്കവ നല്ലോണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ട് മുട്ടിൻ്റെ അത് വരെ തുണിയാണ് പൊക്കിയെടുത്തുക്കണ്. അത് കണ്ടിട്ടും ഓൻ വലിയ മുത്തക്കയെന്നൊന്നും വിലയിരുത്തേണ്ടതില്ല. ഔ ജബീനുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് ഖാലഅ വലദ ദിർഹമി ഫൻദുർ ഗയ്യഹു ഔ വറഅ. അതല്ലെങ്കിൽ ഒരാളെ നിസ്കാരത്തയമ്പ് അത് ഹലാക്കിൻ്റെ കട്ടിയിൽ ഇങ്ങനെ ഉണ്ട്, ഒരു നെയ്യപ്പം മാതിരി ഓൻ്റെ നിസ്കാരത്താമ്പ് ഇങ്ങനെ മോയച്ച് നിൽക്കണ കണ്ടിട്ട് ഇവൻ പെരും നിസ്കാരക്കാരനാട്ടോ, ഭയങ്കരാണ് എന്നൊന്നും ഇജ്ജ് കരുതേണ്ടതില്ല. ഒരാളെ അളക്കാൻ പറ്റിയ മാനദണ്ഡങ്ങളല്ല അതൊന്നും. എന്താണ് ശരിയായ രൂപത്തിൽ ഒരാളെ അളക്കാൻ പറ്റിയ മാനദണ്ഡം? ഓലത ദിർഹമി ഫൻദുർ ഗയ്യഹു ഔ വറഅ. ദിർഹമിൻ്റെ അടുത്തൊന്ന് വെച്ച് നോക്ക്, കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണുണ്ടോ, കൊടുക്കാൻ ഏൽപ്പിച്ച സംഗതിയിൽ ഭംഗം വരുത്തുന്നുണ്ടോ, അവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ആ കരാർ പാലിക്കുന്നുണ്ടോ, അവിടെ ശരി തെറ്റുകൾ വ്യവച്ഛേദിച്ച് ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒരു മനുഷ്യനെ വിലയിരുത്താൻ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇവിടെ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്തി അളക്കേണ്ട മാനദണ്ഡമായി ഒന്നാമത് പറഞ്ഞത് ആരാ? മുത്തഖീന്നറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷ സന്താപഘട്ടങ്ങളിൽ അള്ളാഹു അയാൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് യഥാവിധി ചെലവഴിക്കാൻ തയ്യാറാവുന്നവർ. സന്തോഷമുള്ള നല്ല ലാഭമുള്ള സമയത്തൊക്കെ കൊടുക്കാൻ കുറച്ചൊക്കെ ആവേശം ഉണ്ടാവും. ഒരു ലേശം കുറഞ്ഞാൽ മതി, അയാൾ കൊടുക്കേണ്ട വീതവും കൊടുക്കൂല. സന്താപഘട്ടത്തിൽ പലരും അങ്ങനെ ഒരുപോലെ കൊടുക്കാൻ കഴിയണം. സന്തോഷവേളകളിലും സന്താപവേളകളിലും അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവനാണ് തഖ്വയുള്ളവൻ. രണ്ടാമത് പറഞ്ഞു നോക്കുങ്ങൾ, വൽ ഖാളിമീനൽ ഗൈള്. ഇതൊന്നും തഖ്വയെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്താണ് ഖാളിമീനൽ ഗൈള്? ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം ഒന്ന് അടക്കി ഒതുക്കാൻ കഴിവുള്ള മനുഷ്യൻ, അവൻ മുത്തഖിയ. അത് തഖ്വയുടെ ലക്ഷണമാണ്. സമൂഹത്തിലാകെ നമ്മൾ കേൾക്കുന്നത് എന്താ? മനുഷ്യന്മാർ മുഴുവൻ പൊട്ടിത്തെറിച്ചാണ്, വികാര വിക്ഷുബ്ധരാണ് നല്ലൊരു ശതമാനം. കുട്ടികൾ വരെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വന്തം സഹപാഠിയെ 10ാം ക്ലാസ്സിൽ പോലും പഠിക്കുന്ന കുട്ടികൾ ഇതുവരെ നമ്മൾ കേട്ടീന് നെഞ്ചൂക്ക് എന്നാണ്, ഇപ്പം അത് പൊയ്ക്കണ്, ഇപ്പം നെഞ്ചക്കയക്കണ്. അത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. നെഞ്ചൂക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തിയാണ്, എന്നാൽ നെഞ്ചക്ക് എന്ന് പറയുന്നത് കരാട്ടക്കാർ ഉപയോഗിക്കുന്ന ചങ്ങലയിൽ ബന്ധിച്ച 2 ഇരുമ്പ് ദണ്ടുകളാണ്. അത് നല്ലോണം പഠിച്ചാലേ അതുകൊണ്ട് പ്രതിയോഗിയെ ആക്രമിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം നിർന്തൽക്കന്നെ അടിയുള്ളൂ. അപ്പം എന്തേ അവിടെ നടന്നത്? താമരശ്ശേരി മാരകമായ ആയുധങ്ങൾ കൃത്യമായി പഠിച്ച് പ്രയോഗിച്ച് സ്വന്തം സഹപാഠിയുടെ തല അടിച്ചു പൊളിച്ചു. ആര്? ഒരു 10ൽ പഠിക്കുന്ന പയ്യൻ. സമൂഹം, വളരുന്ന സമൂഹം എത്രമേൽ അക്രമാസക്തമായിട്ടാണ് വളർന്നു വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. കോട്ടയം നഴ്സിംഗ് കോളേജിലും കണ്ടത് അതന്നെയാണ്. തനിക്ക് മദ്യത്തിനും മയക്കുമരുന്നിനുള്ള കാശ് കിട്ടാതെ വരുമ്പോൾ തൻ്റെ സഹപാഠിയെ കൊണ്ടുപോയി ആ പ്രത്യേക റൂമിലിട്ട് കൈക്കാലുകൾ ബന്ധിച്ച് ശരീരം മാസകലം കോമ്പസ് കൊണ്ട് വരഞ്ഞ് വ്രണമാക്കി അതിൽ ഈ ലോഷൻ ഉറ്റിച്ചിട്ട് അത് നീറുമ്പോഴും അത് വേദന കൊണ്ട് പുളയുമ്പോഴും കരയുമ്പോഴൊക്കെ അതിൽ ആനന്ദം കണ്ടെത്തുക. ആര്? നഴ്സിങ്ങിന് പഠിക്കണ കുട്ടികൾ, റാഗിങ്ങിൻ്റെ പേരിൽ. അവരാണ് നമുക്ക് രോഗമാകുമ്പോൾ നമ്മളെ പരിചരിക്കാനുള്ളവർ.
ICUയിൽ കിടക്കുമ്പോൾ ആ ICUയിൽ വന്നിട്ട് ആ രോഗിയോട് സ്നേഹപൂർവം ദയാപൂർവം പെരുമാറേണ്ട ആളുകളാണ് ഇവരൊന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. അവർ നഴ്സായിട്ടൊക്കെ പുറത്തേക്ക് വന്നാലുള്ള അവസ്ഥ എന്താകും? സമൂഹം മൊത്തം ഇങ്ങനെ തന്നെയാണ്, അക്രമാസക്താണ്. ഒരു ചുറ്റിക കിട്ടിയപ്പോൾ നമ്മൾ കണ്ടല്ലോ, അതും മുഅ്മിനീങ്ങളെ പേരെന്നെയാണ്, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നെയാണ്. മുസ്ലിമാണെന്ന് നമ്മൾ പറയണം എന്നില്ല, കാരണം അതൊന്നും ഇസ്ലാമിന് ചേരുന്ന സ്വഭാവമല്ല. പേരുകൊണ്ടാണ് ഈ കുറ്റവാളികളൊക്കെ മുസ്ലിങ്ങളാകുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമാണ് ചെയ്തത് എന്ന് നമ്മൾ ആരും വേദനിക്കേണ്ടതില്ല. അത്തരം ആളുകളൊന്നും മുസ്ലിങ്ങളല്ല. ഒരു മുസ്ലിമിന് ഇങ്ങനെയൊന്നും ചെയ്യാനും കഴിയൂല. മുസ്ലിം പേരാണ് ഇത്തരം ആളുകൾക്കുള്ളത് എന്നേ നമുക്ക് പറയാവൂ. ഒരു ചുറ്റികെടുത്തിട്ടാണ് ഉറ്റവരെയും ഉടവരെയും ഒക്കെ അടിച്ച് തല വിളിച്ച് 4-5 ആളെ നിമിഷ നേരം കൊണ്ട് കൊന്നൊടുക്കിയത്. അതിന് ട്രോളും ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ, മോങ്ങനെ ചുറ്റികയും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ആണിയിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്തിയും തള്ളിയും പേടിച്ചിട്ട് കട്ടിലിൻ്റെ ചോട്ട് ഒളിച്ചാണ്. ഓൻ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്ലോക്ക് ചോരുമ്പോൾ തറക്കാനാണ്. പക്ഷെ തന്തിയും തള്ളി അത് അറിയണില്ല. ഓനതാ ചുറ്റികയേറ്റ് വരുന്നതെന്ന് കണ്ടാണ് ഇവർ പേടിച്ച് കണ്ട് കട്ടിലിൻ്റെ ചോട്ട് ഒളിക്കണത്. കഴിഞ്ഞിട്ടില്ല, വേറൊരാളുണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ അലാക്കിൻ്റെ പാച്ചിൽ പെരീക്ക് എന്തേ പായണു എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ആ പണിയെടുക്കണീൻ്റെ ഇടയിൽ ചുറ്റിക അവിടെ ആ തിണ്ടത്ത് മറന്നു വെച്ചിട്ടുണ്ട്, ഞാൻ അതേറ്റ ചെക്കൻ്റെ കയ്യിൽ പെട്ടാലോ എന്ന് പേടിച്ചിട്ട് പായാണ്. അങ്ങനെ അതൊക്കെ ട്രോളാണെങ്കിൽ പോലും നടക്കുന്ന സംഭവമായി മാറി. സ്വന്തം മക്കളുടെ കൈകളാൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തെന്ന് വെച്ചാൽ സമൂഹം അത്ര മോശമായി മാറിയിരിക്കുന്നു. വൽകാളിമീനൽ ഗൈദ്, എങ്ങനെയാണ് ദേഷ്യം ഒതുക്കി വെക്കാൻ മനുഷ്യന് സാധിക്കുക? അവിടെ കാരുണ്യമില്ല, അവിടെ ദയാവായ്പില്ല, അവിടെ പടച്ചോനെ പേടിയില്ല. ഞാൻ ഓർക്കലുണ്ട്, എൻ്റെ ഒരു പേരക്കുട്ടി അൽഫിത്രിയിലാണ് പഠിക്കണത്. ഓൻ ഖുർആൻ പഠിക്കുന്ന ആളാണ്. ഫാത്തിഹ തൊട്ട് സൂറത്തുൻ നാസ് വരെ കാണാതെ പറയും ഖുർആൻ എവിടുന്നും മറിച്ചു കൊടുത്താൽ ഓതും. ഓനൊരു UKG വിദ്യാർത്ഥിയാണ്. അപ്പം ഞാനിങ്ങനെ ഇതിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവനിങ്ങനെ ഒരു ഗന്ധം കിട്ടി, ഉപ്പപ്പ എന്താ തരണേന്ന്. അപ്പോൾ ഓൻ ഇങ്ങനെ എൻ്റെ അടുത്തിട്ട് വന്ന് ചോദിച്ചു, ഉപ്പപ്പ എന്താപ്പ തരണേന്ന്. അപ്പം ഞാൻ ഓനോട് എൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു, എടാ ഞാൻ ഇല്ലൂമിനേറ്റി സോങ്ങാണ് തരണത്, കുട്ടികളൊക്കെ അത് പാടുന്നുണ്ടല്ലോ. അപ്പോൾ ഓൻ പറഞ്ഞു, എന്ത് അത് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഓൻ UKGയിലാണ്, ഓനെ ചേർത്തിട്ടുള്ള അൽഫിത്രിയിലാണ്, ഓൻ ഖുർആനാണ് പഠിക്കണത്. ഇത് ഓൻ അറിയുന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എവിടുന്ന് ഇത് കിട്ടി ചോദിച്ചു. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇത് പാടലുണ്ട് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ചെറിയ കുട്ടികളടക്കം അത് പാടലുണ്ട്. എന്താ സംഭവം എന്നറിയോ? പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ. ഹരിശ്രീ കുറിക്കുന്ന അല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കുന്നത് അതൊരു പവിത്രമായ അമലായി കാണുന്നവരുണ്ട്. നമ്മളെ ഹിന്ദു സഹോദരങ്ങളായാലും സമസ്ത വിഭാഗക്കാരാണെങ്കിലും അവർ ഹരിശ്രീ ഒക്കെ കുറിക്കുകയും വിദ്യാരംഭം കുറിക്കുകയും ചെയ്യലുണ്ട്. ആദ്യമൊക്കെ വിദ്യാരംഭം കുറിച്ചിൻ്റെ പൊടി വിതറിയിട്ട് അതിലെഴുതിയിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാരംഭം കുറിക്കൽ നാവ് പിടിച്ചരിച്ച് കണ്ട് അയിമൽ എഴുതിയിട്ടാണ്. ഏതായാലും ഒരു സമാധാനമുണ്ട്. ആന്നൊന്നും ആ കുഞ്ഞു നാവുമ്മേ എഴുതാൻ പറ്റൂല. വല്ല റാന്നൊക്കെ എഴുതിക്കാണ്ട് എഴുതിന മാതിരി കാട്ടേണ്ടി വരും, അതേ ഉള്ളൂ. അപ്പം അങ്ങനെ വിദ്യാരംഭം കുറിക്കുന്നത് വലിയൊരു മഹത്തായ സംഗതിയായി കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ സമൂഹം ഇപ്പം മാറി. ഇപ്പം വിദ്യാരംഭം കുറിക്കണ എങ്ങനെ? പേനാ കത്തി കൊണ്ട് മറ്റവൻ്റെ വയറ്റത്ത് കുത്തിയിട്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അത്തരം ഒരു സമൂഹം. അങ്ങനെ പാട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ട് അറിയങ്ങൾ? തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി. ഒരു തോക്ക് കിട്ടിയാൽ അതിൻ്റെ കാഞ്ചി വലിക്കുക എന്നുള്ള ഓൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ പിടിച്ചക്കലില്ല. ഓൻ വേണമെങ്കിൽ ആരെയും കൊല്ലും. അത് ഓനൊരു ഹരായി മാറിയിട്ടുണ്ട്. നമ്മളെ PUBG കളിക്കുന്ന കുട്ടികളാണ് നല്ലൊരു ശതമാനം കുട്ടികൾ. കോടാനക്കോടി ആൾക്കാർ കളിക്കുന്ന ഒരു കളിയാണ് PUBG. അതും ഇതന്നെയാണ്.
എന്ത് ആയുധാണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് പ്രതിയോഗിയെ കൊല്ലുന്നത്. ഒരേ സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾക്ക് ആ കളിയിൽ പങ്കെടുക്കാനാവും. എന്നിട്ട് ആ കയ്യിൽ നടക്കുന്നത് എന്താ? ഈ കൊല്ലൽ മാത്രമാണ്. അങ്ങനെ പാട്ട് പാടി വരുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ അറിയോ? ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് എന്നാ. ഇവൻ ചെയ്യുന്ന വൃത്തികേടുകളെ അരുത് എന്ന് പറയാൻ പാടില്ല. ഈ അഫാൻ്റെ അവസ്ഥ തന്നെയാണ്. എന്തിനെ മൂത്താപ്പാനെ കൊന്ന്, എന്തിനെ മൂത്തമ്മാനെ കൊന്ന്? അത് അവൻ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ്. നമ്മളുടെ കുട്ടികളൊക്കെ അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതിന് അവർ പറയുന്ന ഒരു ഭാഷ തന്നെ ഉണ്ട്. എന്താണെന്നറിയോ? തന്തവൈബ് എന്നാണ്. ഈ തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് അവർ ഗുണദോഷിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. ഈ മാർക്കോ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി വരുന്ന പ്രേക്ഷകരോട് ചാനലിൽ ചോദിക്കുന്നുണ്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ വിചാരിച്ച മറുപടി തന്നെ അവർ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? അടിപൊളി, ഓ ഉഷാർ തന്നെ സിനിമ. എന്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചോരക്കളിയാണ്. സിനിമയിലുടനീളം ചോരക്കളിയാണ്. ആ ചോരക്കളിയാണ് ഇവനെ ഹരം കൊള്ളിക്കുന്നത്. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ദുരവസ്ഥ. പാട്ടിലും അതെന്നെ പറഞ്ഞ് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത്. ഇവരെ ജ്യൂസ് എന്തുകൊണ്ടാ? കട്ടച്ചോര. സോഡാ സർവത്ത് എന്തുകൊണ്ടാ? കട്ടച്ചോര. ആ കട്ടച്ചോര ഇല്ലാത്ത ഒരു സിനിമയല്ല, കഥയല്ല. സ്കൂളിലൊക്കെ അക്രമാസക്തമാവുകയാണ് കുട്ടികൾ. എന്തേ? കുട്ടികളൊക്കെ ഇതിൻ്റെ പണിയാളുകളായി മാറിയിരിക്കുന്നു. നഊദുബില്ലാ. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ ദേഷ്യം വന്നാൽ ദേഷ്യമെന്ന വികാരത്തെ ഒതുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അടുത്ത വാചകം നോക്കൂ നിങ്ങൾ. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് മാപ്പരുളുന്നവരും. അവരൊക്കെയാണ് മുത്തഖീങ്ങൾ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ നീ ഏറെ മാപ്പരുളുന്നവനാ. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, ഈ സാധുവായ എന്നോട് നീ മാപ്പ് അരുളണമേ. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. പക്ഷെ പ്രയോഗതലത്തിൽ എത്രമാത്രം നമ്മളൊക്കെ വിജയിക്കുന്നുണ്ട്? അത് നോമ്പ് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠാണ്. ജനങ്ങളോട് അഫ്വ് കാണിക്കുക. നീ ഒരു നോമ്പുകാരനാണെങ്കിൽ പ്രതിയോഗി നിന്നോട് മോശമായി പെരുമാറിയാലും നമ്മൾ എന്തേ ചെയ്യേണ്ടത്? ഫല്യഖുൽ ഇന്നി ഇംറുഉൻ സായിം. അവൻ പറയേണ്ടത് നീ പറയും പോലെ പറയാൻ ഞാൻ ആളല്ല. നീ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്? ഇന്നി ഇംറുഉൻ സായിം, ഞാനൊരു നോമ്പുകാരനാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിശ്ചിതമായ അതിർവരമ്പുകളുണ്ട്. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബ. ആവശ്യമില്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്ക് കഴിയണം. ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. തൻ്റെ കാതുകളെയും കണ്ണുകളെയും കൈകളെയും കാലുകളെയും ഒക്കെ തൻ്റെ നിയന്ത്രണത്തിൻ്റെ വരുതിയിൽ വരുത്താൻ കഴിയണം. അപ്പോഴാണ് ഒരാൾ ശരിയായ വിശ്വാസിയായി മാറുന്നത്. ആ ഗുണം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഉദാനുഷ്ഠാന നാളുകൾ. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിന്നു. ഇപ്പോഴത്തെ കാലത്തൊക്കെ തിന്മ ചെയ്യാൻ വളരെ സുഖം. ആ വിരൽ തുമ്പോണ്ടൊന്ന് തോണ്ടിയാൽ മതി. അത് തോണ്ടാൻ പറ്റിയ സ്ഥലമുണ്ട്, തോണ്ടാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്. ആ ഒരൊറ്റ തോണ്ടലുണ്ടായാൽ മതി നമ്മൾ ആ അപകടങ്ങളുടെ ഗർത്തത്തിൽ ചെന്ന് ചാടാൻ. ഇനി തോണ്ടി കിട്ടിയ സാധനം ഉണ്ടല്ലോ, പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ അത് ഫോർവേഡ് ചെയ്യലാ. ആ കിട്ടിയ സാധനം ഹക്കാണോ ബാത്തിലാണോ, ശരിയാണോ തെറ്റാണോ, ഇതൊന്നും നോട്ടല്ല. ഉടനെ കൊടുത്തു, അടുത്ത ഗ്രൂപ്പൊക്കെ അതാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തു.
ആ ഗ്രൂപ്പിൽ ഒരു 100 ചില്ലാൻ അല്ലെങ്കിൽ 200 ചില്ല ആളുണ്ടെങ്കിൽ ഓലൊക്കെ നിമിഷ നേരം കൊണ്ട് അത് കണ്ടു, പിന്നെ അത് പിടുത്തം വിട്ടു, അങ്ങനെ പോയി. ഒരു കളവ് പ്രചരിച്ചതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആയിരക്കണക്കായ മനുഷ്യന്മാരിലേക്ക് അതങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് തെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സർവതോമുഖമായ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നോമ്പ് നമ്മളിൽ ഉണ്ടാക്കി തീർത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നിതാന്തമായ ഓർമ്മ, മുറാഖബത്തുള്ള എന്നതിന് പറയാം. എന്നെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം. ഇപ്പൊ AI ക്യാമറകളാണ് റോട്ടിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ഒരു ക്യാമറ ഉണ്ട് ട്ടോ എന്ന് പറയുമ്പോൾ ആ ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ട് പോലും തലയിൽ വെക്കാത്തവൻ അത് ആ കൊളത്തിയോടുത്ത് നിർത്തിട്ട് തലമ വെക്കും. സത്യത്തിൽ ആ ഹെൽമെറ്റ് അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ, ആ സീറ്റ് ബെൽറ്റ് അവൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. പക്ഷെ എങ്കിൽ പോലും അതൊരു വലിയ ഭാരമായി തോന്നുകയും തൻ്റെ സേഫ്റ്റി പോലും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആ AI ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ അതൊക്കെ റെഡിയാ, സ്പീഡൊക്കെ നിയന്ത്രിക്കുക. ഗൾഫിലൊക്കെ റോഡ് സൈഡിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും. എന്താണെന്നറിയോ? അത്വരീഖു മുറാഖബത്തും ബിർറദാർ. ഈ വഴി, ഈ സ്ട്രീറ്റ് റഡാർ കൊണ്ട് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെ സ്പീഡും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ 100 പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ 125 പോകാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ 50 പാടുള്ളൂ എന്നൊക്കെ. അതിനനുസരിച്ച് അവിടെ പോകാൻ പറ്റുള്ളൂ. ആ ദുനിയാവിൽ നമ്മൾ ആ റഡാറിനെ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളെ പേടിക്കുന്നുണ്ട്. എന്നാൽ പരലോകത്തെത്തുമ്പോൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് എന്താണ് നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുക? ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. ആരാണ് ശരിയായ വിശ്വാസി? അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അദൃശ്യമായ നിലക്ക് തന്നെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ. ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. അവർക്കാണ് മഗ്ഫിറത്തുള്ളത്, അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്നത്. ആ പ്രതിഫലം ആർജിച്ചെടുക്കാനുള്ള നിരന്തരമായ പ്രയത്നത്തിലായിരുന്നു നമ്മൾ. തെറ്റ് ചെയ്യാത്തവനല്ല മനുഷ്യൻ, തെറ്റ് സംഭവിക്കും, മനുഷ്യ സഹജം. സഹാബികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ, നിങ്ങൾ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗവും നരകമൊക്കെ ഓർമ്മയുണ്ട്. ഇവിടുന്ന് വിട്ടാലുണ്ടല്ലോ പിന്നെ കുട്ടികളും കൂട്ടും കുടുംബമൊക്കെ ആയിട്ട് ശ്രദ്ധ ഇങ്ങനെ മാറുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ മലക്കാകേണ്ട പണിയൊന്നും എടുക്കണ്ട, മനുഷ്യനായാൽ മതി. ഈ കൂട്ടും വേണം, കുടുംബം വേണം, കുട്ടികളും വേണം, എല്ലാം വേണം. അത് ഈ ദുനിയാവിൻ്റെ ഭാഗമാണ്. അള്ളാഹിനെ മറക്കണം എന്നല്ല, എന്നാൽ അള്ളാഹുവിനെ മാത്രമേ ദുനിയാവിൽ ഓർക്കാൻ പാടുള്ളൂ. ഒരിക്കലും കൂട്ടുകുടുംബത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ആ രൂപത്തിലല്ലല്ലോ മനുഷ്യ ജീവിതം. അതുകൊണ്ട് അതൊക്കെ ഒരു മാലാക്കാ സ്വഭാവമാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ മലക്കാകാൻ നോക്കണ്ട, മനുഷ്യന്മാരായി നിന്നാൽ മതിയെന്നാ. പക്ഷെ തെറ്റ് സംഭവിച്ച മനുഷ്യൻ ഒരിക്കലും ആ തെറ്റിൽ സ്ഥിരമായി നിൽക്കാൻ പാടില്ല എന്നതാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും. ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാൻ ഇടയായാൽ അവരെന്തു ചെയ്യും? അള്ളാഹുവിനെ ഓർക്കും. ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അവർ ചെയ്ത അവർ ചെയ്ത പാപങ്ങളുടെ പേരിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വലം യുസിറു അലൈഹ. തെറ്റിലൊരിക്കലും സുസ്ഥിരമായി നിൽക്കുന്ന സ്വഭാവക്കാരനാകാൻ പാടില്ല ഒരിക്കലും ഒരു സത്യവിശ്വാസി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനോട് പാപമോചനം തേടുമ്പോൾ സർവശക്തനായ അള്ളാഹു ആ അടിമയെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്നബ അബ്ദി ദംബ. എൻ്റെ അടിമ ഒരു പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബ. അവന് മനസ്സിലാക്കി അവനൊരു റബ്ബുണ്ട് എന്ന്.
യഗ്ഫിറുദ്ദുനൂബ്, ആ റബ്ബ് പാപങ്ങൾ പൊറുക്കുമെന്നും, യഗ്ഫിറുദ്ദംബ വയഖുദു ബിദ്ദംബ്, അതേസമയത്ത് പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിലോ അതിൻ്റെ പേരിൽ പിടിച്ചു ശിക്ഷിക്കുമെന്നും അത്തരം ഒരു റബ്ബുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഫഖാല റബ്ബി ഗ്ഫിർലി ദംബി, അയാൾ പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ നീ എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരണം. അള്ളാഹു പറയുന്നു, ആ അടിമയുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കും. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാ. പക്ഷേ അത് ചോദിക്കാൻ, ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബിലെ രണ്ടാമത്തെ ഷാഫിഈ എന്നറിയപ്പെടുന്ന അഗ്രഗണ്യനായ പണ്ഡിതനാണ്. അദ്ദേഹം റബ്ബിനോട് തേടുന്ന രൂപം പഠിപ്പിച്ചൊരു കവിതയുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, പടച്ച റബ്ബേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് ഞാൻ അർഹനല്ല എന്നറിയാം. വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, അതേ സമയത്ത് കത്തിയാളുന്ന നരകാഗ്നിയെ അതിജയിക്കുവാനുള്ള ശക്തി എനിക്കില്ല തമ്പുരാന്. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി, അതുകൊണ്ട് എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ അഖിലം നീ പുറത്തു മാപ്പാക്കി തരണമേ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി, ഏത് വലിയ പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണല്ലോ നീ. ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖിറം ബിദുനൂബി വഖദ് ദഅക, പാപിയായ അടിമനാഥ നിന്റെ അടുത്തേക്ക് ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു. മുഖിറം ബിദുനൂബ്, ചെയ്തു പോയ പാപങ്ങളെല്ലാം സമ്മതിച്ച് തെറ്റുകൾ തിരുത്താൻ തയ്യാറായി. വഖദ് ദഅക, അവനിതാ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ. ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലുൻ, പാപം പൊറുക്കുകയാണെങ്കിൽ നീ അതിന് അർഹന. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏത് പാപവും ഒരടിമക്ക് പുറത്തു കൊടുക്കാൻ പറ്റും. ഫഇൻ തതുറുദ് ഫമൻ യർഹം സിവാക, എന്നാൽ നീ എങ്ങാനും ഈ പാപിയായ മനുഷ്യനെ ആട്ടി അകറ്റുകയാണെങ്കിലോ ഫമൻ യർഹം സിവാക, പടച്ച റബ്ബേ നീയല്ലാതെ ആരുണ്ട് ഈ അടിമയോട് കരുണ കാണിക്കാൻ. ഒരു സത്യവിശ്വാസി ഈ റമളാനിൻ്റെ രാപ്പകലുകളിൽ ചെയ്ത ഒരു സുപ്രധാനമായ അമലായിരുന്നു അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്നത്. ഇനി റമളാനിൽ മാത്രമല്ല കേട്ടോ, സത്യവിശ്വാസികളുടെ ഗുണം പഠിപ്പിച്ചപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അത്താഴം മുടങ്ങാതെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ മുടങ്ങാതെ ഇസ്തിഗ്ഫാർ നടന്നിട്ടുണ്ടോയെന്ന് നമ്മളൊന്നിങ്ങനെ ചിന്തിക്കണത് നല്ലതാ. ഇനിയും ഉണ്ടാവും അത്താഴ സമയം, ഇനിയുമുണ്ട് ഇസ്തിഗ്ഫാർ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഇനിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കാറുണ്ടല്ലോ. ആ സമയത്ത് ഒരു അടിമ പറയാണ്, വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാനും സാക്ഷ്യം വഹിക്കുന്നുണ്ട് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണെന്നും. എന്നിട്ട് സുമ്മ ഖാൽ, അയാൾ ഇതുകൂടെ പറയാണ്, എന്ത്? റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ റസൂലാ.
അല്ലാത്ത സന്ദർഭത്തിൽ ഒബി മുഹമ്മദിൻ നബിയ എന്നാണ്. ഇവിടെ പറയേണ്ടത് ഒബി മുഹമ്മദിൻ റസൂല. കാരണം ബാങ്ക് കൊടുത്ത ആൾ പറഞ്ഞതെന്താ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നാണ്. അപ്പൊ അതിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഇത് കേൾക്കുന്നയാൾ പറയാണ്, റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എവിടെ മുസ്ലിം ഉമ്മത്ത് അങ്ങനെ തൃപ്തിപ്പെട്ടോ? രണ്ടട്ട ആലോചിക്കണം. നമ്മളെ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ 17 തവണ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതൊരു വിശ്വാസിയുടെ അതിപ്രധാനമായ പ്രാർത്ഥന. സർവലോകത്തെയും പരിരക്ഷിച്ച് പരിപാലിച്ചു പോലുന്ന നാഥാ, നിനക്കാണ് സർവസ്തുതിയും. ആ മനുഷ്യനാണ് പിന്നെ പറയണത്, ഈ ലോകം കൊണ്ടെടുക്കുന്നതും പോറ്റുന്നതും നിയന്ത്രിക്കുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആരാണ്? മടവൂരത്തെ ശൈഖാണ്. ആലോചിച്ച് നോക്കുങ്ങൾ മനുഷ്യന്മാരുടെ ഒരു നന്ദികേടിൻ്റെ ആഴം. പിന്നെന്തിനാണ് ഇവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞത്? അങ്ങനെ മനുഷ്യന്മാർ ആൽബപ്പാട്ടിറക്കി, പക്ഷേ സമൂഹത്തിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്ത്? പടച്ചോനെ തന്നെ മാറ്റിയിട്ടും അല്ല. അങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ പറയാൻ പാടില്ല എന്ന് ഒരു ആലിമു ഇറങ്ങി പറഞ്ഞില്ല. അത് പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം നമുക്ക് വളരെ വളരെ നിസ്സാര. അവസാനം റബ്ബിനെ വരെ അടിച്ചു മാറ്റി. മുദബ്ബിറുൽ ആലം 10 കൊല്ലം നിസ്കരിക്കാതെ മൂപ്പൻ്റെ പെരയിൽ നോമ്പ് നോൽക്കാതെ നോമ്പ് നോറ്റോരെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ച് കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ. അയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, അയാളെ ഭ്രാന്തൻ എന്നേ വിളിക്കേണ്ടതുള്ളൂ. പക്ഷെ ആ ഭ്രാന്തനെ കൊണ്ടുപോയിട്ടാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന പരിപാലകനായി രക്ഷകനാക്കി മാറ്റിയത്. എവിടെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം? വലിയ അപകടമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ എന്ന് ഒരു സത്യവിശ്വാസി പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അയാളിൽ നിന്ന് സംഭവിച്ച മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാ. ഇത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ വുളു എടുക്കുന്നതിൻ്റെ മഹത്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും നോമ്പ് കാലത്തേക്ക് മാത്രമുള്ളതല്ല കേട്ടോ. നോമ്പ് കഴിഞ്ഞാലും ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയബ്ലുഗു ഔ ഫയസ്ബഉ അൽ വുളു സുമ്മ യഖൂൽ, ഒരാൾ കൃത്യമായി വുളു എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹ് വ റസൂലുഹു. ഒരു റിവായത്തനുസരിച്ച് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വ ജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്ന അസ്സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യുഹാശ, ഏതിലൂടെ വേണമെങ്കിലും അയാൾക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാനാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നവനാണ്, ഗാഫിറുദ്ദംബാണ്, ഖാബിലുത് തൗബാണ്. പക്ഷെ അതിനു വേണ്ടി വിശ്വാസികളായ നാം തയ്യാറാകണം. അതിൻ്റെ ഒരു പ്രവർത്തനത്തിലായിരുന്നു നോമ്പുകാലത്ത് നമ്മൾ ചെയ്തത്. സദാസമയത്തും അള്ളാഹുവിനെ ഓർത്തു, റബ്ബിന് ശുക്ർ ചെയ്തു. നോമ്പിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാതൊരു വിലയും നിലയും കൽപ്പിക്കുകയില്ല. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നോമ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിടത്ത് തന്നെ പ്രാർത്ഥനയുടെ പ്രാധാന്യവും നമ്മളെ പഠിപ്പിച്ചു. ഈ നോമ്പുകാലത്ത് നേടിയെടുത്ത സർവ്വ നേട്ടങ്ങളും നഷ്ടപ്പെടാതെ അടുത്ത നോമ്പ് വരെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ജുമുഅ അടുത്ത്
ജുമഅ വരെയുള്ള ഒരു കഫാറത്താണ്. അയാളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ അതുവഴി അള്ളാഹു പുറത്തു മാപ്പായി കൊടുക്കും. അതേമാതിരി തന്നെയാണ് റമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുള്ള കഫാറത്തായി നിലനിൽക്കേണ്ടതുണ്ട്, ഒരു പാപപരിഹാര പ്രക്രിയയായി നിലനിൽക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ആ നോമ്പിലൂടെ നേടിയെടുത്ത ചൈതന്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ നമ്മെ ഓർമ്മിപ്പിച്ച ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. വ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ താഴ്മയോടെ ഖേദിച്ചു മടങ്ങുക. വ അസ്ലിമൂല, ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്യുക. ആ കീഴൊതുക്കമാണ് സബ്മിഷൻ അഥവാ ഇസ്ലാം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റബ്ബിങ്കലേക്ക് കീഴൊതുങ്ങി ഖേദിച്ച് മടങ്ങണം. അതിനുള്ള സമയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി നാം ഖേദിച്ച് മടങ്ങുക. തുടർന്ന് വരുന്ന പെരുന്നാൾ ദിവസങ്ങൾ യഥാർത്ഥത്തിൽ റബ്ബിനെ മറക്കാനുള്ളതല്ല. അള്ളാഹു ഹറാമാക്കിയതൊക്കെ പെരുന്നാൾ ദിനത്തിൽ ഹലാലാവുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹലാൽ ഹറാമുകളെ മാനിച്ചുകൊണ്ട് ഏത് സന്തോഷത്തിലും നമുക്ക് വ്യാപൃതരാകാവുന്നതാണ്. അന്നും ജമാഅത്ത് നിസ്കാരം ഉണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കുക. ആ ശവ്വാലിലെ റബ്ബന്നെയാണ് റമളാനിലെ റബ്ബ് എന്നും നമ്മൾ മറക്കാതിരിക്കുക. എല്ലാ മാസങ്ങളിലെയും റബ്ബ് ഒന്നാണ്. ആ റബ്ബിനെ ഭയപ്പെടുക, റബ്ബിൻ്റെ ശാസനകൾ അംഗീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. നോമ്പിന് നേടിയെടുത്ത മുഴുവൻ ചൈതന്യവും ചോർന്നു പോകാതെ യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസീസ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ യഥാർത്ഥത്തിൽ പൊന്മള സ്വദേശിയാണെങ്കിലും ഒരു 25 കൊല്ലമായിട്ട് എളങ്കൂറിനടുത്ത് മഞ്ഞപ്പറ്റ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ നമ്മളെത്തിയതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ 2007 മുതൽ പള്ളി അങ്ങനെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജമാഅത്തുകളും അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരവും മറ്റെന്തെല്ലാം പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ 4 കുടുംബം മാത്രമേ ഉള്ളൂ. 10 ആളുകൾ മാത്രമേ ആ പള്ളിക്ക് വരിസംഖ്യ തരുന്നവരായിട്ടുള്ളൂ. ആ 10ൽ 5 ഞാനും എൻ്റെ കുട്ടികളുമാണ് എന്ന ഒരു രഹസ്യം കൂടെ നിങ്ങളെ മുന്നിലാണ് പറയാണ്. അപ്പോൾ 10 ആളുണ്ടെങ്കിൽ 10 ആളൊക്കെ മതിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിൽ 5 ഇങ്ങനെയാണ് നിങ്ങളെ അറിയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഉദാരമായ സംഭാവന കൊണ്ടാണ് പള്ളി നടന്നു പോകുന്നത്. ആരും കൊടുത്ത് കുഴങ്ങിയെന്ന് വിചാരിക്കേണ്ടതില്ല, കുഴങ്ങേണ്ടതില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം തരും. ചിലർക്കെങ്കിലും മനസ്സിലുണ്ടാവും, എന്നിട്ട് എവിടെയും നിങ്ങൾ ഇതുവരെ ഇപ്പം ഈ അവസാനത്തെ അത്തയ്യാത്തിലപ്പങ്ങൾ ഇതൊക്കെ പറയണത്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. കൊടുത്തോളി, ഉള്ളൊരു കൊടുത്തോളി. കാരണം അള്ളാൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ നിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ധാരാളമായി കൊടുത്തോ. വേറൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്, അത് നമ്മൾ പേടിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അള്ളാഹുവെ നിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ ധനത്തിൽ നീ നാശം നൽകണേന്ന് എല്ലാ ദിവസവും 2 മലക്കുകൾ അതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ മലക്കുകളുടെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കും. അതിൽ ആദ്യത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, നമുക്ക് ധാരാളമായി അള്ളാഹുവിൽ നിന്ന് പകരം ലഭിക്കാൻ ഉള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനക്കാണ് നമ്മൾ അർഹരായി മാറേണ്ടത്. അതുകൊണ്ട് ദീനീ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരും മടിക്കേണ്ടതില്ല. നമ്മുടെ സദഖയും സകാത്തും മറ്റെല്ലാ സ്വാലിഹായ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതിനെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ
എല്ലാ പുണ്യവും ലഭിച്ച ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ സവിശേഷമായ കവാടത്തിലൂടെ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ രാവുകളിൽ എല്ലാ രാത്രിയിലും കുറ്റവാളികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരക മുക്തി നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും നരകമുക്തി ലഭിക്കുകയും സ്വർഗലബ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.